നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഈ നൂറ്റാണ്ടിനിടയിൽ പുകവലിയും പുകയില ഉപയോഗവും ഏകദേശം പകുതിയായി കുറഞ്ഞതായി പുതിയ പഠന റിപ്പോർട്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവർ വേൾഡ് ഇൻ ഡേറ്റ നടത്തിയ വിശകലനത്തിലാണ് ഇന്ത്യയിലെ പുകവലി നിരക്കിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷന്മാരിലും സ്ത്രീകളിലും പുകവലി നിരക്ക് കാര്യമായി കുറഞ്ഞതായി പഠനം വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലും പുകവലി കുറയുന്ന പ്രവണതയാണ് കാണുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2010 മുതൽ ലോകത്ത് പുകവലിക്കുന്നവരുടെ എണ്ണം 27% കുറഞ്ഞിട്ടുണ്ട്. പുകയില നിയന്ത്രണ നയങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മുന്നറിയിപ്പുകൾ എന്നിവയാണ് ഇന്ത്യയിലെ ഈ ശ്രദ്ധേയവും ആശ്വാസകരവുമായ മാറ്റത്തിന് പ്രധാന കാരണങ്ങൾ എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. തെരുവുനായ ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരവുമായി മലയാളി വിദ്യാർത്ഥികൾ. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളാണ് തെരുവുനായ ശല്യം നേരിടാൻ ഒരു പ്രത്യേകതരം സ്മാർട്ട് വാച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നായകളെ ഉപദ്രവിക്കാതെ തന്നെ അകറ്റി മനുഷ്യരെ സുരക്ഷിതമായ അകലത്തിൽ എത്തിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. വിദ്യാർത്ഥികളായ ബ്ലസ്സൻ മാത്യു വിൽസൺ, ബിൻസൺ ബി, എം പ്രവീൺ കുമാർ, സാവിയോ ജോയ്, ശ്രീരാഗ് ആർ എന്നിവർ ചേർന്നാണ് സെൻസ് K9 സ്മാർട്ട് ആന്റിഡോഗ് വാച്ച് എന്ന സ്മാർട്ട് സുരക്ഷാ ഉപകരണം വികസിപ്പിച്ചത്. ഇതിനുള്ള ഇന്ത്യൻ പേറ്റന്റും ഇവർക്ക് ലഭിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സി സതീഷ് കുമാർ, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് പ്രഭു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ടിൻറ്റു മേരി ജോൺ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രോജക്ട് പൂർത്തീകരിച്ചത്. സ്മാർട്ട് വാച്ചിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിദ്യാർത്ഥിയായ ബ്ലസ്സൻ മാത്യു വിൽസൺ നല്ല വാർത്തയോട്. ഞങ്ങൾ 5 പേരും ചേർന്നാണ് ഈ ആശയം വികസിപ്പിച്ചെടുത്തത്. സത്യത്തിൽ ഈ പ്രൊജക്റ്റിൻ്റെ തുടക്കമെന്ന് പറയുമ്പോൾ ഒരു ലാബിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ ആയിരുന്നില്ല. നമ്മളെല്ലാവരും ദിവസം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ തെരുവുനായ ആക്രമണങ്ങളുടെ വാർത്തകൾ നിരന്തരം നമ്മൾ കാണുന്നുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കടിയേറ്റ സംഭവങ്ങൾ, രാവിലെ നടക്കാൻ പോയവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, ഡെലിവറി ജീവനക്കാർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പല വാർത്തകളും നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കേരളത്തിൽ തന്നെ ഒരു സ്ത്രീയെ വീട്ടുമുറ്റത്ത് നായയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം പോലുള്ള വാർത്തകൾ സമൂഹത്തെ ഏറെ വേദനിപ്പിച്ചു വന്നായിരുന്നു. അത്തരം വാർത്തകൾ കാണുമ്പോൾ ഞങ്ങൾ ഇതിനെന്തൊരു പ്രതിവിധി ചെയ്യാനൊക്കെ ഉള്ള ഒരു ചിന്തയിലൂടെ ഞങ്ങൾ 5 പേരും കടന്നു വന്നു. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇതൊരു പ്രൊജക്റ്റായി മാറിയത്. അങ്ങനെയാണ് നായ്ക്കളെ അകറ്റാൻ സഹായിക്കുന്ന ഒരു ധരിക്കാവുന്ന ഇലക്ട്രോണിക് വാച്ച് വികസിപ്പിക്കാൻ ഞങ്ങൾ തുടങ്ങിയത്. ഇത് കയ്യിൽ ധരിക്കാവുന്ന ഒരു ചെറിയ ഉപകരണമാണ്. അപകട സാധ്യത തോന്നുന്ന സമയത്ത് ഇത് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത എന്നാൽ നായ്ക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രത്യേകതരം അൾട്രാസോണിക് ശബ്ദതരങ്ങൾ ഇത് പുറപ്പെടുവിക്കും. ഇതിൻ്റെ ലക്ഷ്യം നായ്ക്കളെ ഉപദ്രവിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ അല്ല, മറിച്ച് ഉപയോക്താവിന് സുരക്ഷിതമായി അവിടെ നിന്ന് മാറാൻ സഹായിക്കുന്ന ഒരു അധിക സുരക്ഷാ ഉപകരണമാകുക എന്നതാണ്. ഈ ആശയത്തിന് ഞങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. രാവിലെ നടക്കാനിറങ്ങുന്നവരാണെങ്കിലും വെറുതെ വഴിയെ പോകുന്നവരാണെങ്കിലും തെരുവുനായ ആക്രമണം നേരിടേണ്ടി വരുന്ന നിരവധി സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. തെരുവുനായ ശല്യം നേരിടാനുള്ള സ്മാർട്ട് വാച്ച് എത്രയും വേഗം വിപണിയിലെത്തുമെന്ന് പ്രത്യാശിക്കാം. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത തപാൽ സേവനത്തിന് തുടക്കമായി. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി പോസ്റ്റ് ഓഫീസിനെയും റിഹാർധർ പോസ്റ്റ് ഓഫീസിനെയും ബന്ധിപ്പിക്കുന്ന ഈ തപാൽ സേവനം ഇക്കഴിഞ്ഞ ജൂൺ 12-നാണ് നിലവിൽ വന്നത്. ഈ 2 പോസ്റ്റ് ഓഫീസുകൾക്കുമിടയിൽ വെറും 12 കിലോമീറ്ററാണ് ദൂരം. എന്നാൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ 2 മണിക്കൂറിലധികം സമയം വേണ്ടിവരാറുണ്ട്. ഈ വെല്ലുവിളിക്കാണ് ഇപ്പോൾ സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ 2 മണിക്കൂറിലേറെ സമയമെടുത്തിരുന്ന തപാൽ പാഴ്സൽ വിതരണത്തിന് ഇനി വെറും 7 മിനിറ്റ് മതിയാകും. ദുർഘടമായ മലനിരകളിലെ ഗതാഗത തടസ്സങ്ങൾ മറികടന്ന് വേഗമേറിയ സേവനം ഉറപ്പാക്കാൻ ഡ്രോൺ സാങ്കേതികവിദ്യ സഹായകമാകുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. ഇതിലൂടെ ഇന്ത്യയിലെ അകന്ന പ്രദേശങ്ങളിലേക്കുള്ള തപാൽ വിതരണ സംവിധാനത്തിന് പുതിയ ദിശ തുറക്കുകയാണ്. ഹിമാചൽ പ്രദേശിലും അസമിലുമായി ഏകദേശം 150 ഡ്രോൺ തപാൽ റൂട്ടുകൾ കൂടി ആരംഭിക്കാനുള്ള പദ്ധതിയും തയ്യാറായിട്ടുണ്ട്. കൂടുതൽ സ്മാർട്ടും പരിസ്ഥിതി സൗഹൃദവും വേഗമേറിയതുമായ തപാൽ സേവനങ്ങളിലൂടെ രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളെയും മുഖ്യധാരയുമായി കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇനി ഒരു കുട്ടി എഴുത്തുകാരനെ പറ്റിയാണ്.
തിരുവനന്തപുരം നാലാഞ്ചിറ സെയിന്റ് ഗൊറേറ്റീസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അർപ്പിത് ആൻ ഉണ്ണി. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊച്ചുമെടുക്കൻ എഴുതിയ സംസാരിക്കുന്ന പെൻസിൽ എന്ന കഥ ഇപ്പോൾ CBSE 2ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാഠമായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയും പെൻസിലും തമ്മിലുള്ള സംഭാഷണമാണ് കഥ. പെൻസിലിന് മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതുന്ന വിദ്യാർത്ഥിയോട് അക്ഷരങ്ങളുണ്ടാകുന്നതിൽ തനിക്ക് സന്തോഷമാണ് എന്ന് പെൻസിൽ മറുപടി നൽകുന്നു. തന്റെ കഥാവിശേഷങ്ങൾ അർപ്പിത് നല്ല വാർത്തയുമായി പങ്കുവയ്ക്കുന്നു. ഒരു പെൻസിലും ഒരു കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് കഥയിലുള്ളത്. ഈ പെൻസിലിന് എഴുതുമ്പോൾ മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതി ആ പെൻസിൽ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു കുട്ടിയാണ് കാണിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം പ്രകൃതിയെല്ലാം പലരും ത്യാഗം സഹിക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പോൾ നമ്മളും അങ്ങനെ ത്യാഗവും സ്നേഹവും ഉള്ളവരാകണം എന്നൊരു ആശയമാണ് ആ കഥയെ കൂടെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചത്. ഞാൻ 7ാം ക്ലാസ്സിൽ ഇറക്കിയ എൻ്റെ ആദ്യത്തെ പുസ്തകമായ എൻ്റെ കൂട്ടുകാരൻ എന്ന കഥാപുസ്തകത്തിലെ ഒരു കഥയാണ് സംസാരിക്കുന്ന പെൻസിൽ. ഞാൻ പിന്നെ വേറൊരു നോവൽ എഴുതിയിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത്ഭുത ലോകത്തിലെ ഇഷ്ട കുട്ടികൾ. പിന്നെ പുതിയൊരു ബുക്ക് ഇറങ്ങാൻ പോകുന്നു, ഒരു ഇംഗ്ലീഷ് ബുക്കാണ്, സ്റ്റോറീസ് ഉള്ള. ഞാൻ കുറെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. പ്രത്യേകിച്ച് വായിച്ചത് കൊറോണ സമയത്താണ്. അച്ഛൻ ഇങ്ങനെ കുറെ പുസ്തകങ്ങളൊക്കെ എനിക്ക് തരുമായിരുന്നു ആദ്യമേ. അപ്പോൾ അതൊക്കെ വായിച്ചു പിന്നെ ഞാൻ തന്നെ അച്ഛനോട് ഓരോ ബുക്ക് പറയും, അച്ഛൻ അത് വാങ്ങിച്ചുകൊണ്ട് വരും. ലൈബ്രറിയിലൊക്കെ പോയി ബുക്കൊക്കെ വായിക്കും. ബുക്ക് വായിക്കുമ്പോഴും പിന്നെ എൻ്റെ ചുറ്റും കാണുന്ന പല കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചാണ് പല കഥകൾ ആശയങ്ങൾ എഴുതുന്നത്. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ആശയങ്ങൾ തോന്നുമ്പോൾ ഞാൻ അപ്പോൾ എവിടെയൊക്കെ എഴുതി വെക്കും. പിന്നെയാണ് ഞാൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് എഡിറ്റൊക്കെ ചെയ്ത് എഴുതുന്ന കഥകളൊക്കെ. എൻ്റെ അച്ഛനൊരു എഴുത്തുകാരനാണ്, ഉണ്ണി അമ്മയമ്പലം എന്ന പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് 2024 ബാലസാഹിത്യത്തിന്. അമ്മ ആൻ സേവ്യർ. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, അൻഷി എന്ന പേര്. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാവിയിൽ എനിക്കൊരു IAS ഓഫീസർ ആവാനാണ് ആഗ്രഹം. അതോടൊപ്പം തന്നെ വായനക്കാരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാവാൻ ഒരു നല്ല താല്പര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് നല്ല കൂടി വരുന്നതാണ്. പക്ഷേ അതിലേക്ക് മാത്രം ചുരുങ്ങില്ല. അതായത് നമുക്ക് ഫോണായാലും എന്തായാലും ഉപയോഗിക്കണം. പക്ഷെ അത് മാത്രമല്ലാതെ വായനയും എഴുത്തും എല്ലാം അതിൻ്റെ ഒപ്പം കൊണ്ടുപോകണം. കാരണം നമ്മുടെ ചിന്താശേഷിയും ഭാവനാശേഷിയും എല്ലാം കൂടാൻ സഹായിക്കുന്ന വായനയാണ്. മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ, അവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ ഈ വായനക്കൂടെ എനിക്ക് സാധിക്കുന്നുണ്ട്. നല്ല മനുഷ്യരാവാൻ ഈ വായന എഴുത്തും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഈ തലമുറയിലെ കൊച്ചു കൂട്ടുകാർക്ക് അർപ്പിതിന്റെ വായനയും എഴുത്തും കാഴ്ചപ്പാടും പ്രചോദനമാകട്ടെ. ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളുള്ള രാജ്യം ഏതാണെന്ന് അറിയാമോ? ഉത്തരം നെതർലൻഡ്സ്. മഴയെയും തണുപ്പിനെയും വകവയ്ക്കാതെ സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലി കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ, കുട്ടികളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും വില നൽകുന്ന സമൂഹം, ഇതെല്ലാം ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളെ വളർത്തിയെടുക്കുന്ന രാജ്യമായി വീണ്ടും നെതർലൻഡ്സ് മാറിയിരിക്കുന്നത്. യുണിസെഫിന്റെ കുട്ടികളുടെ പുതിയ ക്ഷേമ സൂചിക പ്രകാരം വികസിത രാജ്യങ്ങളിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികൾ ഡച്ച് കുട്ടികളാണ്. ഈ നേട്ടത്തിനു പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ സാമൂഹിക ബന്ധങ്ങളാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയാണ് ഡച്ച് കുട്ടികളുടെ ഏറ്റവും വലിയ ശക്തി. യൂറോപ്പിന്റെ പാർട്ട് ടൈം തലസ്ഥാനം എന്നറിയപ്പെടുന്ന നെതർലൻഡ്സിൽ മാതാപിതാക്കൾ കുറച്ചു മണിക്കൂറുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും കഴിയുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇത് കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു. സാംസ്കാരിക വിദ്യാഭ്യാസത്തിനും നെതർലൻഡ്സ് വലിയ പ്രാധാന്യം നൽകുന്നു. ലിംഗസമത്വം ഉയർന്ന രാജ്യമായതിനാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സന്തോഷകരമായ ജീവിതം അനുഭവിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഡച്ച് മാതാപിതാക്കളുടെ വളർത്തൽ രീതിയും വ്യത്യസ്തമാണ്. കുട്ടികൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും തീരുമാനങ്ങളിൽ പങ്കാളികളാകാനും അവർ അവസരം നൽകുന്നു. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹമാണിത്. ചുരുക്കി പറഞ്ഞാൽ, കുട്ടികളുടെ സന്തോഷം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കുടുംബവും സമൂഹവും ഒത്തുചേരുമ്പോഴാണ് ആ രാജ്യത്തെ കുട്ടികൾ സന്തുഷ്ടരാകുന്നത്. ശരിയല്ലേ? നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.